ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജർബറയിൽ കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 3 പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ആദ്യം ഉണ്ടായ പൂ തന്നെ കേട്ടോ ഇത്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാൻ കാണിച്ചില്ലേ, ആ പൂ ഇതുവരെയും കൊഴിഞ്ഞു പോയിട്ടില്ല. അതിന് ശേഷം ഉണ്ടായ മുട്ടും പൂക്കളുമാണത്. ഈ പൂവാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ അങ്ങനെ കൊഴിയാതെ നിന്നോളൂ കേട്ടോ. പൂ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോണ പൂവല്ല. അപ്പോൾ രാവിലെ തന്നെ അത് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം. അപ്പോൾ ഇന്ന് ഇലക്ഷൻ ഡേ ആട്ടോ. ഇന്നാണ് ഞങ്ങൾക്ക് ഇവിടെ വോട്ട്. ഇന്നലെ എടുത്ത വീഡിയോയാണിത്. അപ്പോൾ ഞാനിനി രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മക്കളൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവർക്ക് സ്കൂളൊക്കെ അവധിയാണല്ലോ. അപ്പോൾ ഇന്നലെ അവർ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി വോട്ട് കഴിഞ്ഞിട്ട് ഞാനും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ കാരണം കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. ഞാൻ രാവിലെ ചായ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി. ഞാനത് കഴിച്ചിട്ട് ചായയും കുടിച്ചിട്ട് വോട്ടൊക്കെ ചെയ്യാൻ പോയി. തിരിച്ച് വീട്ടിലേക്ക് പോണ കാഴ്ചകളാണിത്. അപ്പോൾ ഇതുപോലെയുള്ള നാട്ടുവഴികളും ഇടവഴികളും ഒക്കെ ഇപ്പോൾ എങ്ങും തന്നെ കാണാനില്ല അല്ലേ. ഇത് ഞാൻ ബസ്സിനാട്ടോ വന്നത്. അപ്പോൾ എൻ്റെ വണ്ടിയും കൊണ്ടാണ് മോനും മോളൊക്കെ ഇന്നലെ പോയേക്കണത്. അപ്പോൾ ഞാൻ ഇന്ന് എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ ബസ്സിന് വന്നോളാന്ന് പറഞ്ഞിട്ട് ബസ് ഇറങ്ങിയിട്ട് ഉള്ളു കയറി വന്ന വഴിയാണിത്. 2 മെയിൻ റോട്ടിൽ നിന്ന് പോകാനായിട്ട് വേറെ വഴിയുണ്ട്. എനിക്ക് പക്ഷേ ഇങ്ങനെ കാടും മേടൊക്കെ കയറി പോകാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനതുകൊണ്ട് വേറെ സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ട് അതിലെ കയറി പോണ കാഴ്ചകളാട്ടോ ഈ കാണുന്നത്. ഇങ്ങനത്തെ ഇതൊരു പനയാണ്, വലിയ പനയുടെ തൈകളൊക്കെയാണ് മുളച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ തോടുകളാണ്. ഇതിലൊക്കെ വെള്ളം പോണതാട്ടോ. മഴക്കാലത്തൊക്കെ ഇതിൽ നന്നായിട്ട് വെള്ളം പോകും. അല്ലാതെ നമ്മുടെ പെരിയാർ വാലിയുടെ വെള്ളം പോണ കനാലാണ്. ഇടയ്ക്കൊക്കെ ഇതിൽ വെള്ളം വിടാറുണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങണത് ഒരു പാടാണ്. അവിടെ നെൽകൃഷിയൊക്കെ ഉണ്ടായി ആദ്യം. ഇപ്പോൾ അവിടെ കപ്പ കൃഷിയാട്ടോ ചെയ്തേക്കണം. ഇങ്ങനെ മാറ്റി മാറ്റിയാണ് കൃഷി ചെയ്യണത്. ഈ പാടത്താണെങ്കിൽ ഇഷ്ടംപോലെ പച്ചമരുന്നുകൾ ഉണ്ടാവും കേട്ടോ. ഈ നമുക്ക് കയ്യുണ്ണിയും മുയൽച്ചെവിയൻ അങ്ങനെയൊക്കെ പറയൂലേ, പൂവാങ്കുരുന്ന്, അങ്ങനത്തെ ഒരുപാട് പച്ചമരുന്നുകളുടെ ഒരു ഏരിയയും കൂടിയാണിത്. നല്ല തണുപ്പും ഒക്കെയുള്ള പ്രദേശമാണല്ലോ, പാടമല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ അരി ചാടി അതിൻ്റെ വിത്ത് ചാടി ഇങ്ങനെ എപ്പോഴും മരുന്നുകൾ നമുക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഈ കൊഴുപ്പ എന്നൊക്കെ പറയുന്ന ചീര, അതൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് തലയിൽ എണ്ണ മുറുക്കി കാച്ചാൻ തോന്നുമ്പോൾ ഞാനിവിടെ വന്നിട്ടാണ് മരുന്നുകളൊക്കെ ശേഖരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അവിടെ ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ. പാടോ അങ്ങനത്തെ ഇടവഴികളോ ഒന്നുമില്ല. നമ്മളും ഗ്രാമപ്രദേശം തന്നെയാണെങ്കിലും ഇപ്പോൾ പഞ്ചായത്ത് റോഡുകളൊക്കെ ഇങ്ങനെ ടൈലിട്ടേക്കല്ലേ. എല്ലാം നീറ്റായിട്ട് കിടക്കണോണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ചെടികളും പച്ചപ്പും ഒക്കെ നമുക്ക് മിസ്സായി പോകണ്ട കേട്ടോ. വള്ളിച്ചെടികൾ, താളി, തലയിൽ തേക്കാൻ പറ്റിയ ഒരുപാട് ഇനം താളികളൊക്കെ ഈ അരുകത്തോടെ നമുക്ക് നോക്കിയാൽ കിട്ടും. അതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ എല്ലായിടവും കോൺക്രീറ്റും ടൈലും ഒക്കെ ആയപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് നന്നായിട്ട് മിസ്സാവുന്നുണ്ട്. ഈ ഇങ്ങനെ വെള്ളം മൂടി കിടക്കണ പോലെ കണ്ടു ഈ പുല്ലിൻ്റെ മുകളിൽ. അത് ഈ രാവിലെ തന്നെ മഞ്ഞ് ഉണ്ടായിട്ട് മഞ്ഞിൻ്റെ കണികകൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ വെയിലായിട്ടും അതിങ്ങനെ ഉരുകി പയ്യെ പോയി തീരണേ ഉള്ളൂ. നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ. പണ്ടിങ്ങനെ മഴ പെയ്യുമ്പോൾ ഇതുപോലെ മഴത്തുള്ളികൾ തൂങ്ങിക്കിടക്കുമായിരുന്നു പുല്ലിലൊക്കെ. അപ്പോൾ അതൊക്കെ മിസ്സായി പോയ കാഴ്ചകളാട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വീഡിയോയും എടുത്ത് അങ്ങനെ പോവുകയാണ്. ഇതൊരു ചെറിയൊരു കുളം പോലെയായിരുന്നു. പണ്ടൊക്കെ ഇവിടെ അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ എല്ലാവരും വന്നിട്ട്. ചിരട്ടക്കുളം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നും ആരും ഇവിടെ ഒന്നും കുളിക്കാനൊന്നും വരാറില്ല. അതൊക്കെ കാട് കയറി കിടക്കുകയാണ്. പിന്നെ കുടുംബശ്രീയുടെ അവർ വന്നിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവരുടെ ടൈം ആയിട്ടുണ്ട്, നന്നായിട്ട് കാടായിട്ടുണ്ട്. ഇതിൽ കുഞ്ഞു കുഞ്ഞു മീനുകളും ഇഷ്ടംപോലെ ഇതിലിങ്ങനെ ഓടി കളിക്കാനുണ്ട് കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ കാണാം. കുട്ടികൾക്കൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ, എൻ്റെ ചെറുപ്പത്തിലല്ല, ഞങ്ങളൊക്കെ കുറച്ച് വലുതായി പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ആൻറ്റി എളിമമാരുടെ മക്കളൊക്കെ ഇവിടെ വന്ന് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ പിള്ളേർക്ക് കളിക്കാൻ. ഇപ്പോഴൊന്നും ആരും ഇങ്ങോട്ട് വരാറേ ഇല്ല. ഇങ്ങനെ പോയി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് എൻ്റെ ഇളയ ആങ്ങളുടെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ എൻ്റെ ഒരു ബ്രദറിൻ്റെ വീട് ഇവിടെയുണ്ട്. എനിക്ക് 2 പേരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മൂത്താളുടെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഈ ഉൾവഴി കയറി വരുമ്പോൾ ആദ്യം ഇവൻ്റെ വീടാണ്. ഇതാണ് വീട്. പിന്നെ ഇവിടെ കയറി കുറച്ച് നേരം ഇരുന്നിട്ട് വേണം മറ്റിടത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ കയറി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ഞാൻ ബെല്ലടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ വോട്ട് ചെയ്ത കൈയാട്ടോ അത്. എൻ്റെ മക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ ഞാനിവിടെ നോക്കുമ്പോൾ എൻ്റെ മോള് ഇവിടെ ഉണ്ടായി. അവൾ മറ്റവരും ഇവിടെ നിന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് 2 പേരുടെയും അല്ല 3 പേരുടെ ഉണ്ടാവും. രണ്ട് സ്ഥലത്തുമായിട്ടാണ് അവർ കളിക്കണേന്നാട്ടോ ഉദ്ദേശിച്ചത്.
ഒരാളിവിടെ റിലാക്സ് ചെയ്ത് കിടന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അപ്പോൾ രാവിലെ തന്നെയാണ് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് അവൾ അടുക്കളയിൽ നിന്നിട്ട് നാത്തൂൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ മൊത്തത്തിലൊന്നും വീഡിയോ എടുക്കണില്ല, വെറുതെ ഒന്ന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലായിടും ഒന്ന് ഓടിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. ഞാനിപ്പോൾ തിരക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഓട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ സമയം വീട്ടിൽ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു പോകും കേട്ടോ, നാളെ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മാത്രമാണ് ഞാൻ നിൽക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ മൂത്താളുടെ വീട്ടിലൊക്കെ പോയി അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇതിപ്പോൾ രാത്രി തിരിച്ച് വീട്ടിൽ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളൊരു തണ്ണിമത്തനൊക്കെ മുറിച്ച് കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.